നമസ്കാരം. കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്പെയിൻ പോർച്ചുഗൽ മത്സരത്തിനെ കുറിച്ചിട്ടാണ്. 1-0 എന്നുള്ള സ്കോർ ലൈനിൽ സ്പെയിൻ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. മിക്കൽ മെറീനോ സ്പെയിൻ്റെ വിന്നർ ഗോൾ നേടുന്നു. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അനാലിസിസിലേക്ക് പോവാം. പോർച്ചുഗൽ ഒരു മിഡ് ബ്ലോക്കിലേക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ തയ്യാറാവുന്നു. ഇതെങ്ങനെയാണ് ഇവർ ആ മിഡ് ബ്ലോക്കിലേക്ക് ഇരുന്നത്? ഒരു 4-4-2 എന്നുള്ള ഷേപ്പിലേക്ക് പോയിരുന്ന പോർച്ചുഗലിന് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതെ, ചിലരുടെയെങ്കിലും വിചാരം പോർച്ചുഗലിന് യാതൊരുവിധ പ്ലാനും ഇല്ലാതെ ബ്ലൈൻഡ് ആയിട്ടാണ് നിരക്കുന്നുള്ളതാണ്. ഈ ഒരു 4-4-2 മിഡ് ബ്ലോക്കിലേക്ക് ഇരിക്കുമ്പോൾ റോഡ്രിയെയും പെഡ്രിയെയും മാൻ മാർക്ക് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റി. ബ്രൂണോ ഫെർണാണ്ടസും വിറ്റീനയ്ക്കായിരുന്നു ആ ഒരു റോൾ കൊടുത്തിരുന്നത്. ബ്രൂണോ റോഡ്രിയെ മാർക്ക് ചെയ്യുന്നു, പെഡ്രിയെ മാർക്ക് ചെയ്യുന്നത് വിറ്റീനയായിരുന്നു. നല്ലൊരു ബാറ്റിൽ കാണാനായിട്ട് ഇതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിൽ നമുക്ക് സാധിച്ചു. ഇത് എന്തിനെങ്ങനെ ശ്രമിച്ചിരുന്നത്? സ്പെയിൻ്റെ പ്രോഗ്രഷൻസ് തടയാനായിട്ട് വൈഡർ ചാനൽസിലേക്ക് ഫോഴ്സ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, വൈഡർ ചാനൽസിൽ ഈ ലമീൻ യമാലാണല്ലോ സ്പെയിൻ്റെ ഏറ്റവും ത്രെറ്റ് കൂടിയ പ്ലെയറാണ് അവിടെ എന്നുള്ളത്. പക്ഷേ ലമീൻ യമാലിലേക്ക് ബോൾ എത്തുന്നത് ഒരു മിഡ് സോണിലായിരിക്കണം എന്നുള്ള നിർബന്ധം പോർച്ചുഗലുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് തന്നെ ന്യൂനോ മെൻഡസ് ഒരുപാടധികം അഗ്രസീവ് ആവുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റി. അത് സക്സസ്ഫുൾ ആയിരുന്നു. അതിലുപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജാവോ ഫെലിക്സ് കൊടുത്തിരുന്ന ഒരു റോളായിരുന്നു. കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പാവ് കുബാർസി പലതവണയും ഫസ്റ്റ് ഹാഫിൽ ബോൾ പ്രോഗ്രഷൻസ് നടത്തുന്നത് നമുക്ക് കണ്ടു. സ്പെയിൻ്റെ കൂടുതൽ പ്രോഗ്രഷൻസും വന്നിരുന്നത് ഈ ഒരു സൈഡിൽ നിന്നിട്ടായിരുന്നു, അതായത് കുബാർസിയുടെ സൈഡിൽ നിന്നായിരുന്നു. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു സൈഡിലേക്ക് ബോൾ ഫോഴ്സ് ചെയ്യുമ്പോൾ റൊണാൾഡോയുടെ എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു. പ്രസ്സിങ്ങിൽ കമ്പാരിറ്റീവ്ലി വീക്ക് ആയിട്ടുള്ള റൊണാൾഡോയെ നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ബോൾ പ്രോഗ്രഷൻ ഫോഴ്സ് ചെയ്യാൻ പറ്റുന്നു. രണ്ട്, സ്വിച്ച് ഓഫ് പ്ലേസ് നടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ 1v1സിലേക്ക് പോകാനായിട്ട് ന്യൂനോ മെൻഡസിനും യമാലിനും സാഹചര്യങ്ങൾ വരും. ഇത് പോർച്ചുഗലിനെ സംബന്ധിച്ചിട്ട് അത്ര നല്ലൊരു സിറ്റുവേഷൻ അല്ല. അത് എലിമിനേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്ട്രാറ്റജിയിലേക്ക് പോകുന്നത്. ഇനി ഞാൻ പറഞ്ഞു ജാവോ ഫെലിക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഇതെങ്ങനെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ആ ഒരു പൊസിഷനിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിട്ട് ആ ഒരു മിഡ് ബ്ലോക്കിനെ കോമ്പാക്റ്റ് ആയിട്ട് വെക്കാനായിട്ട് ജാവോ ഫെലിക്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. കാരണം എപ്പോഴും പെഡ്രോ പോറും ലമീൻ യമാലും എത്ര കുറവ് ഡിസ്റ്റൻസ് തമ്മിലുണ്ടോ അത്രയധികം കാര്യങ്ങൾ പോർച്ചുഗലിന് എളുപ്പമായിരുന്നു. ഇതോടൊപ്പം തന്നെ ജാവോ ഫെലിക്സിനും ആ ഒരു ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡബിൾ അപ്പ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു ലമീൻ യമാലിനെതിരെ. അത് മാത്രമല്ല പെഡ്രോ പോറോയിലേക്ക് ബോൾ പ്രോഗ്രഷൻ വന്നു കഴിഞ്ഞാൽ പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യാനായിട്ടും ജാവോ ഫെലിക്സിന് സാധിക്കുമായിരുന്നു. ഇനി ഈ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ പാവ് കുബാർസിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തേർഡ് മാൻ പാസിലൂടെ ലമീൻ യമാലിനെ കണ്ടെത്താനായിട്ട് സ്പെയിനിന് സാധിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജാവോ ഫെലിക്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ടായിരുന്നുള്ളത്. ഡിഫെൻസീവ്ലി ആയിട്ടുള്ള റൊട്ടേഷൻസ് പോലും ഇന്നലെ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ന്യൂനോ മെൻഡസിനും ഫെലിക്സിനും സാധിച്ചു. പല തവണ ന്യൂനോ മെൻഡസ് ലമീൻ യമാലിനെ ടൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് സോണിൽ നിന്ന് വിട്ടു പോരുമ്പോൾ ആ ഒരു പൊസിഷൻ ഫില്ല് ചെയ്യാനായിട്ട് ജാവോ ഫെലിക്സിന് സാധിച്ചിരുന്നു. ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സ്പെയിൻ ശ്രമിച്ചിട്ടോ. ഈ മിഡ്ഫീൽഡിൽ നിന്നുള്ള റണ്ണേഴ്സൊക്കെ അവിടേക്ക് ആ ഒരു സ്പേസിനെ ഒക്യുപ്പൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സ്പെയിന് സാധിച്ചില്ല എന്ന് മാത്രം. ഇതോടൊപ്പം തന്നെ ന്യൂനോ മെൻഡസ് വളരെയധികം നീറ്റായിട്ട് ലമീൻ ഇന്നലെ ഹാൻഡിൽ ചെയ്തിരുന്നു. ഇതിന് ഒരു കാരണം എന്ന് പറയുന്നത് ലമീനെ ടൈറ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ടേൺ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു. എപ്പോഴും സ്ക്വയർ അപ്പ് ചെയ്യാനായിട്ട് ന്യൂനോ ലമീനെ സമ്മതിച്ചിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ലമീന് പലതരത്തിലുള്ള മൂവ്മെന്റ്സ് ഫസ്റ്റ് ഹാഫിൽ ചെയ്യേണ്ടി വന്നു. ഈ ഒരു പാസ് മാപ്പ് ഒക്കെ എടുത്ത് നോക്കി കാണാം ഏതൊക്കെ ടച്ചസ് എവിടെയൊക്കെ പാസസ് വ്യത്യസ്തമായിട്ടുള്ള ഏരിയാസിൽ എടുക്കുന്നത്. ന്യൂനോ മെൻഡസ് ഡിഫെൻസീവ്ലി മാത്രമല്ല ഒഫെൻസീവ്ലിയും അവരുടെ ഒരു പീക്ക് വെപ്പൺ ആയിരുന്നു പോർച്ചുഗലിനെ സംബന്ധിച്ചിട്ട്. ബോൾ പ്രോഗ്രഷൻസും സ്വിച്ച് ഓഫ് പ്ലേസും ന്യൂനോ മെൻഡസിന്റെ കയ്യിൽ നിന്നിട്ട് പോർച്ചുഗലിന് സാധിക്കുന്നുണ്ടായിരുന്നു. ഇതിനാൽ തന്നെ എക്സലന്റ് ആയിട്ടുള്ള പൊസിഷൻസിലേക്ക് എത്തിപ്പെടാനായിട്ട് പോർച്ചുഗലിന് സാധിച്ചു. പക്ഷേ എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം? വെർട്ടിക്കാലിറ്റി ഇല്ലായ്മ. നമ്മൾ മുന്നും പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് ഇൻ ബിഹൈൻഡ് ബോളുകൾ ത്രൂ ബോൾസ് കളിക്കാനോ അവിടെ നിന്ന് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടോ പോർച്ചുഗലിന് സാധിക്കുന്നില്ല. സ്പെയിൻ പോർച്ചുഗലിലെ മിഡ്ഫീൽഡേഴ്സിനെ ടൈറ്റായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനാൽ തന്നെ വിറ്റീനിയും ജാവനസും ബ്രൂണോ ഫെർണാണ്ടസും ഫെലിക്സ് ഒക്കെ ഔട്ടർ ചാനൽസിലേക്കൊക്കെ ഡ്രിഫ്റ്റ് ഔട്ട് ചെയ്താൽ പോലും പ്ലെയേഴ്സ് ഡ്രോൺ ഔട്ട് ആവുന്നുണ്ടായിരുന്നു. ഈവൻ സെന്റർ ബാക്സ് പോലും ഫോളോ ചെയ്തിട്ട് സ്പേസസ് ടൈറ്റായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇത് പോർച്ചുഗലിനെ സംബന്ധിച്ചിട്ട് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എങ്ങനെ സ്വിച്ച് ഓഫ് പ്ലേസും വെർട്ടിക്കാലിറ്റിയും ബോൾ പ്രോഗ്രഷനൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ. പക്ഷേ എന്താ സംഭവിച്ചത്? ടേൺ ഓവേഴ്സ് വരുമ്പോൾ സ്പെയിനിന് കൗണ്ടർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോർച്ചുഗൽ ഇൻ പൊസിഷൻ ഉള്ളപ്പോൾ മിഡ്ഫീൽഡേഴ്സ് വൈഡർ ചാനൽസിലേക്ക് പൊസിഷൻ ആവുകയും അവിടെ ഒരു ടേൺ ഓവർ സംഭവിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ സോൺസിൽ ഒരുപാട് സ്പേസസ് ഉണ്ടായിരുന്നു. ആ ഒരു സ്പേസസിലെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സ്പെയിന് സാധിക്കുകയും ചെയ്തു. എങ്ങനെ? വൺ ടച്ച് ഫുട്ബോളിൽ ബ്രില്യൻ്റ് ആയിട്ട് ഇന്നലെ ഡാനി ഓൾമോക്ക് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് കണ്ടു. അങ്ങനെയാണ് സ്പെയിൻ്റെ ഏറ്റവും മികച്ച ചാൻസ് മത്സരത്തിൽ വരുന്നത്. ഓർസബാലിന് അത് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷേ സ്പെയിൻ ഈ ഒരു പാറ്റേൺ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ആ ഒരു ചാൻസിലേക്ക് എത്തിപ്പെടുന്നത്. പോർച്ചുഗലിന്റെ സ്ട്രക്ചറിൽ ഒരുപാട് ബുദ്ധിമുട്ട് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്നു. കാരണം പോർച്ചുഗലിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ന്യൂനോ മെൻഡസ് ഫ്ലാങ്സ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജാവോ ഫെലിക്സ് എന്നുള്ള പ്ലെയർ പ്രൊഫൈല് ഇൻസൈഡ് ഫോർവേഡ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് കാഴ്ചവെക്കാറുള്ളത്. സോ ഒരിക്കലും വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്തിട്ട് 1v1 എക്സൽ ചെയ്യുന്ന പ്രൊഫൈൽ അല്ല ജാവോ ഫെലിക്സ് എന്നുള്ളത്. ന്യൂനോ മെൻഡസ് ആവട്ടെ ഫോർവേഡിലേക്ക് പുഷ് ചെയ്തിട്ട് അറ്റാക്സിനെ
ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസിഷൻസിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി സ്പെയിനിന് നൽകിക്കൊണ്ടായിരുന്നു പോയിരുന്നത്. കാരണം ന്യൂനോ മെൻഡസ് ഹൈ അപ്പ് ദ പിച്ച് കോട്ടപ്പ് ആവുകയും സ്പെയിനിന് ടേൺ ഓവർ കിട്ടി ബോൾ പൊസിഷൻ വരെയും ചെയ്ത് കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള പൊസിഷനിലായിരുന്നു സ്പെയിൻ ഉണ്ടായിരുന്നത്. കാരണം ലമീൻ യമാൽ അവിടെ ഐസൊലേറ്റഡ് ആണ്. ലമീൻ യമാലിന് ഇൻ കേസ് ഓപ്പോസിഷൻ പ്ലെയേഴ്സ് വരികയാണെങ്കിൽ പോലും അത് ഈ പറയുന്ന പോലെ ഫുൾ ബാക്സ് ആയിരിക്കില്ല, ഒന്നല്ലെങ്കിൽ മിഡ്ഫീൽഡേഴ്സോ അല്ലെങ്കിൽ ട്രാക്ക് ബാക്ക് ചെയ്യുന്ന വിങ്ങേഴ്സോ ആയിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ ഒരു പ്രൊഫൈൽ മിസ് മാച്ച് അവിടെ വരുന്നു. അങ്ങനെ ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റിലേക്കൊക്കെ സ്പെയിൻ എത്തിപ്പെടുന്നുണ്ടായിരുന്നു യമാലിന്റെ ഭാഗത്ത് നിന്ന്. ഇനി ന്യൂനോ മെൻഡസ് അഡ്വാൻസ് ചെയ്യാതെ പൊസിഷൻ ഹോൾഡ് ചെയ്താലോ വിഡ്ത്തിന്റെ പ്രോബ്ലം പോർച്ചുഗൽ ഉണ്ടായിരുന്നു. ഏകദേശം ഇങ്ങനെയൊക്കെ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. നോക്കിയേ എത്ര കോമ്പാക്റ്റ് ആയിട്ടാണ് ഇൻ പൊസിഷനിൽ അവർ നിൽക്കുന്നത്. നോക്കിയേ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പൊസിഷനിൽ പ്ലെയേഴ്സ് ഇല്ല. ഇതുകൊണ്ട് തന്നെ സ്പെയിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാവുന്ന കാഴ്ച കണ്ടു. ഈ ഒരു ക്ലോസ് പ്രോക്സിമിറ്റി തെറ്റൊന്നുമല്ല. നമുക്ക് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പാസസ് കൊടുത്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് ടൈറ്റ് സ്പേസസിൽ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇതൊക്കെ സക്സസ്ഫുൾ ആക്കി മാറ്റാം. പക്ഷെ അതിനും സംഭവിക്കാതെ വരുമ്പോൾ ഇതൊരു വലിയ കുഴപ്പമായിട്ട് മാറും. ഇതിനാൽ തന്നെ പല അവസരങ്ങളിലും ജാവോ നെവസ് ആണ് ഈ പറയുന്ന വിഡ്ത്ത് എടുത്തിരുന്നത്, അല്ലെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസും ഈ വൈഡർ ചാനൽസിലേക്ക് വരുമായിരുന്നു. ഈവൻ ആ ഒരു പൊസിഷൻസിൽ നിന്നിട്ട് വെർട്ടിക്കലായിട്ട് ഇൻ ബിഹൈൻഡ് പാസസ് ഒക്കെ കൊടുക്കാനുള്ള ചാൻസസ് ഒരുപാടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്പെയിൻ്റെ ഡിഫൻസ് ഒരു ഹൈ ലൈനാണ് കീപ്പ് ചെയ്തിരുന്നത്. ആ ഒരു ഹൈ ലൈനിനെ പിന്നിലേക്ക് ടെസ്റ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് പോർച്ചുഗലിൽ നിന്ന് മിസ്സാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് പെഡ്രോ നെറ്റോ പോലെയുള്ള പ്രൊഫൈൽസ് ഒക്കെ ഉള്ളപ്പോൾ ഈവൻ റൊണാൾഡോയ്ക്ക് പോലും കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഇൻ ബിഹൈൻഡ് പ്ലേ ചെയ്യപ്പെടാനായിട്ട്. പക്ഷെ അതൊന്നും പ്ലേ ചെയ്തിരുന്നില്ല. നെറ്റോക്ക് അത്രയും പേസുള്ള പ്രൊഫൈലാണ് ടീമിലുള്ളത്. ആ ഒരു പ്രൊഫൈലിനെ ട്രാൻസിഷൻസിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹൈലൈനെതിരെ ഇൻ ബിഹൈൻഡ് റണ്ണുകൾക്കും വേണ്ടി ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലെയറിനെ നമുക്ക് മൊത്തത്തിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. പിന്നെ ന്യൂനോ മെൻഡസിന്റെ പ്രോബ്ലം പറയുന്നതോടൊപ്പം തന്നെ സ്പെയിനും അതേ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. കുക്കുറേനെ എത്രത്തോളം ഫോർവേഡിലേക്ക് പുഷ് ചെയ്യുന്നു അത്രത്തോളം ഡേഞ്ചറസ് ആയിരുന്നു ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ളത്. കാരണം അലക്സ് ബേന എപ്പോഴും ഇൻസൈഡിലേക്ക് വരുന്നതുകൊണ്ട് കുക്കുറയിലേക്ക് ഈ ഓവർ ലാപ്സും അണ്ടർ ലാപ്സും ഒക്കെ നടത്തേണ്ട കുറേ സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ടേൺ ഓവേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ പെഡ്രോ നെറ്റോയ്ക്ക് ഒരുപാട് സ്പേസ് റൺ ചെയ്യാനുണ്ടായിരുന്നു ട്രാൻസിഷൻസിൽ. ഇതൊന്നും പോർച്ചുഗലിന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഗോളായിട്ട് സ്കോർ ചെയ്യാനും കഴിഞ്ഞില്ല. കുക്കുറയെ ഫോർവേഡിലേക്ക് പുഷ് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്ന ഡാനി ഓൾമോ ആയിരുന്നു. കാരണം ഡാനി ഓൾമോ ഇന്നലെ എടുത്ത പൊസിഷൻസ് എന്ന് പറയുന്നത് അൺബീറ്റബിൾ ആയിരുന്നു. ആ ഒരു ഹാഫ് സ്പേസസിൽ പൊസിഷൻ എടുത്തിട്ട് കുറച്ചുകൂടെ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ഒരു വലിയ സ്പേസിൽ ഡാനി ഓൾമോ പൊസിഷൻ ചെയ്യുന്നു. ഈ ഒരു സ്പേസ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓൾമോവും സെൻറ്റർ ബാക്കും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്. എത്രത്തോളം ഡിസ്റ്റൻസ് കൂടുതൽ വരുന്നോ അത്രത്തോളം ബുദ്ധിമുട്ടാവും ഫോളോ ചെയ്ത് വന്നിട്ട് ആ ഒരു പ്ലെയറെ ക്ലോസ് ഡൗൺ ചെയ്യാൻ. ഇതോടൊപ്പം തന്നെ അലക്സ് ബേനെ മറ്റു പ്ലേയേഴ്സിനെ ബാക്ക് ലൈനിൽ പിൻ ചെയ്യുമ്പോൾ കുക്കറേക്കും ഇൻ ബിഹൈൻഡ് ഒരു ത്രെറ്റായി മാറും. ഇതോടൊപ്പം തന്നെ ഓയർസബാൽ എന്ത് ചെയ്യുന്നു? റൈറ്റ് ഹാഫ് സ്പേസസ് ഓക്യുപ്പൈ ചെയ്യുന്നു. സോ ഓപ്പോസിറ്റ് സൈഡിലുള്ള സെൻറ്റർ ബാക്കും ഓക്യുപ്പൈഡ് ആണ്. സോ പോർച്ചുഗലിനെ അങ്ങനെ ഒരു ബ്ലോക്കിൽ ഇരുത്തിക്കൊണ്ട് സ്പെയിന് പൊസിഷൻ കീപ്പ് ചെയ്യാനും അവിടെ നിന്ന് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. എനിക്ക് സ്റ്റിൽ തോന്നുന്നു സ്പെയിന് ഒരുപാട് ചാൻസസ് ഇൻ ബിഹൈൻഡ് പ്ലേ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു, സ്പേസസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സ്പേസസിൽ റൺ ചെയ്തിട്ട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്പെയിനിന് സാധിച്ചില്ല. മിക്കൽ മെറിനോയും ഫെറാൻ ടോറസും ഉള്ളിലേക്ക് വരുന്നു. ഇതുകൊണ്ട് എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്? ഫെറാൻ ടോറസിനെ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് അണിനിർത്തുന്നു. ഈ ലെഫ്റ്റ് ഹാഫ് സ്പേസസ് ഓക്യുപ്പൈ ചെയ്യുന്ന ബയനയ്ക്ക് പകരം കുറച്ചുകൂടെ സെൻട്രൽ ആയിട്ടുള്ള സോൺസിൽ ഫെറാൻ ഓക്യുപ്പൈഡ് ആവുന്നു. ഇതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? ബോക്സിൽ ഒരു ത്രെറ്റ് ആവാനും അതോടൊപ്പം തന്നെ മിക്കേൽ മെറീനോ അവിടെ വന്നതോടും കൂടി ക്രോസസിനും ത്രെറ്റ്സ് കൊടുക്കാനായിട്ട് സ്പെയിനിന് സാധിച്ചു. അതുമാത്രമല്ല ടൈറ്റ് സ്പേസസിൽ ഇൻ കേസ് കമ്പൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇൻ ബിഹൈൻഡ് റണ്ണുകൾ നടത്താനായിട്ട് മെറീനോയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. സ്പെയിൻ പോർച്ചുഗലിനെതിരെ നേടിയ ഗോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ വളരെ ടൈറ്റ് ആയിട്ട് കോമ്പാക്റ്റ് ആയിട്ട് ആ ഒരു 3 പ്ലേയേഴ്സ് അവിടെ അണിനിരക്കാണ്. ഫെറാൻ ടോറസും ഓയർസബാലും മിക്കൽ മെറിനോ. മിഡ്ഫീൽഡിൽ നിന്നിട്ട് ഡെപ്തിൽ നിന്ന് നടത്തുന്ന ഒരു മൂവ്മെൻറ്റിൽ നിന്നിട്ടാണ് ആ ഒരു സെൻറ്റർ ബാക്സിൻ്റെ നടുക്കിലേക്ക് എത്തിപ്പെടുന്നത് മെറിനോ. ബ്രൂണോ ഫെർണാണ്ടസ് അവിടെ പ്ലെയറെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്ലെയറെ മറ്റു പ്ലേയേഴ്സിന് മാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഇതോടൊപ്പം തന്നെ പോർച്ചുഗലിലെ സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള റൂബൻ ഡിയാസ് ഡ്രോൺ ഔട്ട് ആവാണ് ഫെറാൻ ടോറസിനെ ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട്. റോഡ്രിയിൽ നിന്നിട്ട് 1 ടച്ച് പാസ് റിസീവ് ചെയ്യുന്ന ഫെറാൻ ബ്രില്യൻ്റ് ആയിട്ട് അവിടെ അത് ലേ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അമേസിങ് അസിസ്റ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ സെൻറ്റർ ബാക്സ് ലീവ് ചെയ്തിട്ടുള്ള സ്പേസിലേക്ക് റണ്ണ് നടത്തിക്കൊണ്ട് മിക്കൽ മെറിനോ അത് ഫിനിഷ് ചെയ്യുന്നു. പിന്നീട് എനിക്ക് ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ട് തോന്നിയത് ന്യൂനോ മെൻഡസിൻ്റെ ഇഞ്ചുറി തന്നെയായിരുന്നു. ഇതിൽ നെൽസൺ സെമേഡോ വരുമ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരുപാട് അഗ്രസീവ് ആയിരുന്ന പോർച്ചുഗൽ കുറച്ചും കൂടിയും ബാക്ക് ഓഫ് ചെയ്യാനായിട്ട് വരുന്നു. പല സാഹചര്യങ്ങളിലും നെൽസൺ സെമേഡോയ്ക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു ആ ഒരു ബാക്കപ്പ് കിട്ടാനായിട്ട്, ആ ഒരു ഡെവലപ്പിന് സപ്പോർട്ട് കിട്ടാനായിട്ട്. ഇതിനാൽ തന്നെ ലമീൻ യമാലിന് ആ ഒരു സോണിൽ റിസീവ് ചെയ്തിട്ട് അവിടെ നിന്ന് ഡിക്റ്റേറ്റ് ചെയ്യാനും ഇൻ ബിഹൈൻഡ് ക്രോസസ് കൊടുക്കാനും അല്ലെങ്കിൽ ത്രൂ ബോൾസ് കൊടുക്കാനും ഒക്കെ സാധിച്ചിരുന്നു. ഈ പെഡ്രോ പോറോ റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ ഓവർലാപ്പ്
കൊളാപ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചാൻസ് ക്രിയേഷൻസിലേക്ക് എത്തിക്കപ്പെടാനായിട്ട് ഇതിന് സാധ്യത ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ന്യൂനോ മെൻഡസ് ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും അധികം ഇമ്പാക്ട്ഫുൾ ആവുക എപ്പോഴായിരുന്നു എന്ന് പറഞ്ഞാൽ റാഫേൽ ലിയാവോ വരുമ്പോഴായിരുന്നു. കാരണം പോർച്ചുഗലിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു വിഡ്ത്തിൻ്റെ പ്രോബ്ലം ആയിരുന്നു. റാഫേൽ ലിയാവോ വരുമ്പോൾ ഈ പറയുന്ന പോലെ ലമീൻ യമാൽ ട്രാക്ക് ബാക്ക് ചെയ്യുമോ അല്ലെങ്കിൽ സ്പെയിൻ 1v1s അവിടെ കൊടുക്കുമോ എന്നുള്ളതായിരുന്നു വലിയൊരു ചോദ്യം പെഡ്രോ പോറോയ്ക്കെതിരെ. കാരണം ലിയാവിൻ്റെ ഒപ്പം ന്യൂനോ മെൻഡസ് വന്നു കഴിഞ്ഞാൽ അതൊരു നല്ല കോമ്പിനേഷൻ ആയനെ. ഇത് നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ആ ഒരു ഇഞ്ചുറി വന്നതോടുകൂടി ഗെയിമിൻ്റെ സ്റ്റേറ്റ് തന്നെ മാറിപ്പോയി. എന്നിരുന്നാലും പോർച്ചുഗലിൻ്റെ പ്ലാൻസും അത് തന്നെയായിരുന്നു. ടയേർഡായിട്ടുള്ള ലെഗ്സ് വരുമ്പോൾ കുറച്ചുകൂടെ ഗെയിം ഓപ്പൺ അപ്പ് ആകുമ്പോൾ ലിയാവിനെ കൊണ്ടുവരുന്ന ട്രാൻസിഷൻസിൽ ഈ പറയുന്ന പോലെ ഒരുപാട് ത്രെറ്റ് ആവാനായിട്ടും അപ്പോൾ സാധിച്ചേനെ. പക്ഷെ ഫുട്ബോളാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അത് തന്നെ അവിടെ ഇന്നലെ സംഭവിക്കുകയും ചെയ്തു. സോ ഇതായിരുന്നു മാച്ചിൻ്റെ അനാലിസിസ് വിശേഷങ്ങൾ. എന്നിരുന്നാലും തരുന്ന സപ്പോർട്ടുകൾക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.